അയിരൂർ നായർ സമാജമാണ് ഹിന്ദു മഹാജനയോഗം എന്ന പേരിൽ പ്രഭാഷണ പരമ്പരയ്ക്ക് തീരുമാനമെടുത്തത്. സമാജത്തിന്റെ 2ാം വാർഷിക പൊതുയോഗത്തിലായിരുന്നു ധാരണ. 1912 പമ്പയുടെ മണൽപ്പുറത്ത് മഹാസമ്മേളനത്തിന് തുടക്കം. ചട്ടമ്പിസ്വാമികളുടെ അനുയായി സ്വാമി തീർത്ഥപാദ പരമഹംസയാണ് മഹാസമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ അന്ന് ഒട്ടേറെ അനാചാരങ്ങൾ, പണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വലിയ ദൂർത്ത്. ആ സമയത്താണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ ഈ പ്രദേശമൊക്കെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യൻ സദാനന്ദ സ്വാമികൾ അന്നത്തെ ഹിന്ദു നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു ആശയം അന്ന് രൂപാന്തരപ്പെടുകയും അത് പിൽക്കാലത്ത് നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യ സമ്മേളനത്തിൽ മഹാപ്രസാദ സ്വാമികളായിരുന്നു ഉദ്ഘാടകൻ. കൊട്ടാരക്കര സദാനന്ദ സ്വാമികൾ മുഖ്യ പ്രഭാഷകനായി. ആരംഭകാലത്ത് ആദ്യം സംഘടിപ്പിക്കപ്പെട്ടത് മാരാമൺ കൺവെൻഷനായിരുന്നു. എന്നാൽ 2000 ആണ്ടോടുകൂടി ഹിന്ദു മഹാപരിഷത്തിന്റെ സമയം പുനഃക്രമീകരിച്ചു. നമ്മുടെ കുട്ടികൾക്ക് വരാനുള്ള സൗകര്യം, മറ്റ് വിശ്വാസികൾക്ക് വരാനുള്ള സൗകര്യം എല്ലാം കൂടെ കണക്കിലെടുത്ത് ഇത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആരംഭിക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഞായറാഴ്ച തുടക്കം കുറിക്കുന്ന സമ്മേളനം 11 വരെ നീളും. 4 വൈകുന്നേരം 4 ചിന്മയ മിഷൻ മേധാവി സ്വാമി സ്വരൂപാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസാണ് ഉദ്ഘാടകൻ. വനിതാ സമ്മേളനം, ധർമ്മബോധന സഭ, മതപാഠശാല, ബാലഗോകുലം സമ്മേളനം എന്നിവ ഇക്കുറി പരിഷത്തിന്റെ ഭാഗമാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.